ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹർത്താൽ. ശക്തി പ്രകടനം ഏതായാലും വിജയിച്ചിട്ടുണ്ട്, ജനജീവിതം സ്തംഭിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്. വെറുതെ ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഈ ഹർത്താൽ നടത്തിയത് എന്ന് നമുക്കറിയാം. നിതിൻ രാജിന്റെ മരണത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഹർത്താൽ. പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു ഈ ഹർത്താൽ എന്ന് ഒന്നുകൂടി നമ്മൾ ചോദിച്ചാൽ എന്നതായിരിക്കും ഉത്തരം. അതൊരു പുതിയ സംഭവമല്ലല്ലോ. ഒരു പയ്യൻ അയാളുടെ സ്ഥാപനത്തിലിരിക്കുകയാണ്, ഒരു വാച്ച് കടയോ മറ്റോ ആണ്. അവിടേക്ക് വന്ന് സമരാനുകൂലികൾ പറയുന്നു ഇത് അടയ്ക്കണം. അത് സിസ്റ്റം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ക്ലോസ് ചെയ്യണ്ടേ? അതിനുള്ള ഒരു സമാധാനം കൊടുക്കുന്നില്ല. എന്താടാ അടയ്ക്കടാ 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 എന്ന് പറഞ്ഞ് അങ്ങ് ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. പയ്യൻ അങ്ങോട്ട് എഴുന്നേറ്റ് ടേബിൾ അടച്ച എന്താടാ എന്ന് തിരിച്ചു ചോദിച്ചപ്പം ഈ സമരാനുകൂലികളെല്ലാം വാല് ചുരുട്ടി. അവിടൊക്കെ ചെന്നിട്ട് അങ്ങോട്ട് പറഞ്ഞ ഉടനെ അങ്ങ് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇവരുടെയൊക്കെ കുടുംബത്തിന്റെ കീഴിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, ഇവരുടെയൊക്കെ ഔദാര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. ഒരു വലിയ അവകാശ ലംഘനമാണ് അവിടെ നടന്നത്. അങ്ങനെ പറയില്ല എന്റെ പൊന്നച്ചിതും കുട്ടി. അയ്യോ ഇങ്ങനെ കണ്ണിച്ചോരെല്ലാം സംസാരിക്കരുത് മുതലാളി. ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുന്ന ആലോചിക്കണമായിരുന്നു.